ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. എന്റെ സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. രോഗഭീതിയിൽ രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. രോഗഭീതിയിൽ രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടാമെന്നേറ്റവൻ യഹോവ ഈരയാകയാൽ വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. ഇതുവരെ നടത്തിയോ ഏബനേസരാകയാൽ യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം.
ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 യേശുക്രിസ്തുവിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നമുക്കായിരിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു മനുഷ്യന് പ്രത്യാശ നൽകുവാൻ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനോടുകൂടെ ജീവിച്ചു. കർത്താവ് മനുഷ്യന് പ്രത്യാശയും ശോഭനമായ ഒരു ഭാവിയും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യനിന്ന് പ്രത്യാശയില്ലാതെ, സന്തോഷമില്ലാതെ, ഭാവിയെക്കുറിച്ച് ഒരു ശുഭാപ്തി വിശ്വാസമില്ലാതെ, നിരാശയോടും എന്തിനു ജീവിക്കുന്നെന്ന് ചിന്തിച്ച് ഈ ലോകത്തിലെ ജീവിതം മതിയാക്കി അനേകർ ആത്മഹത്യയിലൂടെയും പലവിധമായ മാർഗങ്ങളിലൂടെയും ലോകത്തിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, തങ്ങളുടെ സ്വന്തം ജീവിതം നരകതുല്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ഏതൊരു മനുഷ്യനെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം അതാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്, നിനക്ക് നാളെയെക്കുറിച്ച് പ്രത്യാശയുണ്ട്, നിന്റെ വരുംകാലങ്ങളിലേക്ക് നോക്കുമ്പോൾ നിനക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന്. നമ്മുടെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നാം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രത്യാശയ്ക്ക് വകയില്ലായിരിക്കാം, എല്ലാം നിരാശയായിരിക്കാം, എവിടെ നോക്കിയാലും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലായിരിക്കാം, എന്തിലേക്ക് നോക്കിയാലും നമുക്ക് ഒന്നിലും സ്വസ്ഥതയും സമാധാനവും കണ്ടെത്താൻ കഴിയില്ലായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം മനുഷ്യനോട് പറയുകയാണ്, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. നിരാശ പറ്റിയിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന, സന്തോഷമില്ലാത്ത ഹൃദയങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു വചനമാണ് നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവമക്കളെ, നമുക്കത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുമോ? ഇന്ന് ഞാൻ നിരാശയിലാണെങ്കിലും, ഇന്നെൻ്റെ ഭാവി ഇരുളടഞ്ഞാണ് എൻ്റെ കൺമുമ്പിലെങ്കിലും ദൈവത്തിൻ്റെ വചനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം എന്നെ ഓർപ്പിക്കുകയാണ്, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാളെയിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശയില്ലാതെ പോകുന്നത്? ജീവിതത്തിൽ ഒരു ശുഭഭാവിയില്ല എന്ന് തോന്നിപ്പോകുന്നത്? ജീവിതം എല്ലാം വഴിമുട്ടിപ്പോയി ഭാവി അടഞ്ഞിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്ന്. എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ അരിഷ്ടതയ്ക്ക്, അല്ലെങ്കിൽ ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശയില്ലാത്ത, നമ്മുടെ ഭാവി ഇരുളടഞ്ഞു പോയി എന്ന് തോന്നാൻ കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? മനുഷ്യൻ എപ്പോഴും ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം ദൃഷ്ടി വെച്ചാണ് ജീവിക്കുന്നത്. നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്നു. ഈ കണ്ണിൻ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നതും മനുഷ്യൻ നിരൂപിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് മനുഷ്യന് പലപ്പോഴും നാളെയിലേക്ക് നോക്കി സമാധാനത്തോടെ ജീവിക്കുവാനോ, ഭാവിയിലേക്ക് നോക്കി എനിക്കൊരു പ്രത്യാശയുടെ കാലം വരുന്നുണ്ട് എന്ന് ചിന്തിക്കുവാനോ കഴിയാതെ മനുഷ്യൻ എപ്പോഴും നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്ന്. ഇന്ന് മനുഷ്യൻ്റെ ഭക്തിമാർഗം അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം, പ്രിയപ്പെട്ടവരെ, നാം കഴിക്കുന്ന നേർച്ചകളും കാഴ്ചകളും തീർത്ഥാടനങ്ങളും പുണ്യപ്രവൃത്തികളും എല്ലാം നമുക്ക് ഈ ആയുസ്സിൽ മാത്രം പ്രതിഫലം കിട്ടുവാൻ, ഈ ആയുസ്സിൽ മാത്രം നേട്ടം ലഭിക്കുവാനുള്ള പ്രാർത്ഥനകളാണ് അനേകരുടെയും പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരിലേക്കാളും അവർ അരിഷ്ടന്മാരാണെന്ന്. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇപ്പോൾ ഭക്തി കാണും, ഭക്തി ജീവിതം കാണും, ഭക്തി മാർഗങ്ങൾ കാണും. അവർ സഭകളോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും, പല ആത്മീയ വേലകളോടും ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. എന്നാൽ അവരുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ ആയുസ്സിൽ ഈ ഭൂമിയിൽ തീർന്നു പോകുന്ന കാര്യങ്ങളിൽ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നുവെന്ന്. അവരുടെ ഹൃദയം എപ്പോഴും നിരാശ പൂണ്ടതായിരിക്കും, അവരുടെ ഹൃദയം എപ്പോഴും ദുഃഖം നിറഞ്ഞതായിരിക്കും, അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ആകുല ചിന്തകളുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, മുമ്പോട്ടുള്ള വഴികൾ അടഞ്ഞു പോകുമ്പോൾ അവർ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യും. കാരണം ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമാണ്
അവരുടെ ഹൃദയം വ്യാപൃതമായിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാൻ ഈ ആയുസ്സിൽ മാത്രം, ഈ ലോകത്തിലെ മാത്രം കാര്യങ്ങളിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്നൊരു മനുഷ്യനാണോ എന്ന്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകത്തിലെ സൗഖ്യവും ഈ ലോകത്തിലെ ഭാവിയും ഈ ലോകത്തിലെ നന്മയും ഈ ലോകത്തിലെ മക്കളുടെ ഉയർച്ചയുമെല്ലാം മാത്രമാണോ എന്ന് നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലവും ഒരു പ്രതിസന്ധിയും വരുമ്പോൾ നാം തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നാം നിരാശപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിൽ മാത്രമാണ്. പ്രിയപ്പെട്ട, ഈ നശ്വതമായതിൽ മാത്രമാണ് നാം കണ്ണു നട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയില്ല, നമുക്കൊരു ശുഭഭാവി ഉണ്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇന്നെനിക്ക് കഷ്ടതയാണെങ്കിലും, ഇന്ന് ഞാൻ രോഗത്തിലാണെങ്കിലും, ഇന്ന് ഞാൻ കടത്തിലാണെങ്കിലും, ഇന്ന് എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയിരിക്കുകയാണെങ്കിലും, ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒന്നിലും എനിക്കൊരു പ്രതീക്ഷയില്ലെങ്കിലും എനിക്കൊരു ശുഭഭാവിയുണ്ട്, ഒരു നല്ല കാലമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. കാരണം കണ്ണിൻ മുമ്പിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഇരുളടഞ്ഞതായിട്ട് തോന്നുന്നു. ഭാവിയെല്ലാം ഇരുളടഞ്ഞു പോയതുപോലെ, മുമ്പോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞു പോയതുപോലെ, ജീവിതം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് പോലെ. ദൈവത്തിലെ ഇന്ന് നിന്റെ ജീവിതം എല്ലാ വാതിലും അടഞ്ഞ് വഴികളും അടഞ്ഞ് വലിയ പ്രതിസന്ധിയുടെ വക്കിലെത്തി നിൽക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം പരാജയപ്പെട്ടു പോയവരായിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നാം പല തീരുമാനങ്ങളെടുത്ത് വീണുപോയവരായിരിക്കാം. നമ്മുടെ പ്രതീക്ഷയെല്ലാം അറ്റുപോയവരായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്, നിനക്കിനിയും ഒരു ശുഭഭാവിയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഓരോ വർഷങ്ങൾ തീരുമ്പോഴും അവസാന കാലമാകുമ്പോൾ പലരും പ്രിയപ്പെട്ടവരെ മദ്യപാനം എന്നുള്ളവര് അവർ നല്ലതുപോലെ മൂക്കറ്റം കുടിച്ചിട്ട് ഇന്ന് ഞാൻ അവസാനമായി മദ്യപിച്ചതാണ്, ഇനി എൻ്റെ ആയുസ്സിൽ ഒരിക്കലും മദ്യപിക്കുകയില്ല, ഇനി ഞാൻ പാപം ചെയ്യുകയില്ല, ഇനി ഞാൻ പണം ധൂർത്തടിച്ച് കളയുകയില്ല, ഇനി ഞാൻ അശുദ്ധമായ കൂട്ടുകെട്ടുകളിലേക്ക് പോവുകയില്ല, ലോകത്തിൻ്റെ വഴികളിൽ ഞാൻ ജീവിക്കുകയില്ല. ഇങ്ങനെ പലവിധമായ തീരുമാനങ്ങൾ. ഇനി എൻ്റെ ഭാര്യ ഒരിക്കലും മർദ്ദിക്കുകയില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കരുതും, ഇനി എനിക്ക് ഒരു നല്ല ജീവിതം നയിക്കണമെന്നെല്ലാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് പല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളവരും പ്രിയപ്പെട്ടവരെ അതെല്ലാം എഴുതി വെച്ചിട്ടുള്ളവരും എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ട ഭാര്യയോട് പറയും, അപ്പനോടും അമ്മയോടും പറയും, കൂടെ ജീവിക്കുന്നവരോട് പറയും, ഇന്ന് അതെല്ലാം നിർത്തിയെന്ന്, ഇനി ഒരിക്കലും പാപത്തിലേക്കില്ല, മദ്യപാനത്തിലേക്കില്ല, കൂട്ടുകെട്ടുകളിലേക്കില്ല എന്ന്. എന്നാൽ ദൈവമക്കളെ, ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അതെല്ലാം ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ച പോലും നീണ്ടു നിൽക്കാത്ത തീരുമാനങ്ങളായിരുന്നുവെന്ന് ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം പരാജയപ്പെട്ടവരാണ്. അങ്ങനെ പല തീരുമാനങ്ങളെടുത്ത് ഇനി എനിക്കിത് അസാധ്യമാണ്, എന്നെക്കൊണ്ട് ഈ മദ്യപാനം വിടാൻ കഴിയുകയില്ല, കൂട്ടുകെട്ട് വിടാൻ കഴിയുകയില്ല, അശുദ്ധ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല, ഭാര്യയെ മർദ്ദിക്കുന്നത് നിർത്താൻ കഴിയുകയില്ല, ആരെയും എനിക്ക് ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ കഴിയുകയില്ല, കടമെൻ്റെ ആയുസ്സിലിനി ഒരിക്കലും തീർക്കാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല, അതുപോലെ എൻ്റെ മുമ്പിൽ കടം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്, എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുകയാണെന്ന് പ്രിയപ്പെട്ടവരെ അനേക തീരുമാനങ്ങളെടുത്ത് അനേക വർഷങ്ങളിൽ പരാജയപ്പെട്ടു പോയവര് ഇന്ന് യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, നീ ഓർത്തുകൊള്ളുക, നിനക്കും ഒരു ശുഭഭാവിയുണ്ട്, നിന്റെയും ഭാവിയെക്കുറിച്ച് ഒരു പ്രത്യാശയുണ്ട് എന്ന്. മകനെ, വരുവാനുള്ള ഭാവിയെക്കുറിച്ച് നിനക്കും പ്രത്യാശ തരാമെന്ന്, ശോഭനമായൊരു ഭാവി നിന്റെ മുമ്പിലുമുണ്ട് എന്ന്. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് പറയുമ്പോൾ ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, ഈ കൂട്ടുകെട്ട്, ഈ ലോകത്തിലെ കൂട്ടുകാര്, വല്ലപ്പോഴുമൊക്കെ മദ്യപാനിക്കുന്ന കൂട്ടുകാര്, ആ ബന്ധങ്ങള്, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരിക്കലും അതൊന്നും വിടാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം അതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അലിഞ്ഞു ചേർന്ന് പോയിരുന്നു, അതിലെല്ലാം ഞാൻ ലയിച്ചു ചേർന്ന് ജീവിച്ചിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ 34 വയസ്സുവരെയും അതിൻ്റെയൊക്കെ അടിമയായി പ്രിയപ്പെട്ടവരെ ഞാൻ കുടുംബകലഹക്കാരനും മാതാപിതാക്കളെ അനുസരിക്കാത്തവനും മദ്യപാനിയും ഈ ലോകത്തിൻ്റെ വഴികളിലെല്ലാം ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ദൈവമക്കളെ, അന്നെന്നോട് ഇതൊക്കെ നിർത്താൻ കഴിയുമോ എന്നൊരാൾ ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു, അതൊക്കെ അസാധ്യമായ കാര്യങ്ങളാണെന്ന്. അത് ചിന്തിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരിക്കലും കഴിയുമെന്ന് തോന്നിയിരുന്നില്ല. എന്നാൽ ദൈവമക്കളെ, ഇന്ന്
എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന ആ രാത്രിയിൽ ദൈവമക്കളെ ഞാൻ അസാധ്യമെന്നോ അനേക വർഷങ്ങൾ പരിശീലിച്ചതാണെന്നുമെല്ലാം ചിന്തിച്ചിരുന്ന എല്ലാം എൻ്റെ കർത്താവ് എൻ്റെ തകർന്നുപോയ ജീവിതത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് എടുത്തു മാറ്റിയെന്ന് ഞാൻ പറയും. ദൈവമക്കളെ, യേശു ജീവിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു, യേശു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു, മനുഷ്യനെ അധപ്പതിച്ച അവസ്ഥകളിൽ നിന്ന് അവനെ കരം പിടിച്ചുയർത്തുന്നു. ദാവീദ് 40 സങ്കീർത്തനത്തിൽ പറയും, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റിയെന്ന്. ദൈവമേ, നീ ഇന്ന് നാശകരമായ കുഴിയിലാണോ? കുഴഞ്ഞ അവസ്ഥയിലാണോ? നിരാശയുടെ പടുകുഴിയിലാണോ? ആത്മഹത്യയുടെ വക്കിലാണോ? എല്ലാ പ്രതീക്ഷകളും അകന്നിരിക്കുകയാണോ? ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ ആയിരിക്കുന്ന കുഴിയിൽ നിന്ന് നിന്നെ കയറ്റാൻ ഒരു ദൈവമുണ്ട് എന്ന്, നിന്നെ കരം പിടിച്ചുയർത്താൻ യേശുവുണ്ട് എന്ന്. ദൈവത്തിൽ നിന്ന് നീ കേട്ടുകൊള്ളുക, നിന്റെ പരാജയങ്ങളുടെ മേലെല്ലാം നിന്നെ ഉയർത്തി നിർത്തുന്ന ക്രിസ്തു ജീവിക്കുന്നു എന്ന്. ദൈവമക്കളെ, ഈ കൂട്ടായ്മയിൽ തിരുവചനം പറയുന്ന നിസ്സാരന്മാരായി ഞങ്ങൾ പ്രിയപ്പെട്ടവരെ പുസ്തകങ്ങളിൽ വായിച്ചു പഠിച്ചതോ, പ്രിയപ്പെട്ടവരെ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നോ ഒരു ക്രിസ്തുവിനെയല്ല പ്രസംഗിക്കുന്നു. പിന്നെയോ ഈ നിസ്സാരരായ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളായിരുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കരം പിടിച്ച് കരകയറ്റിയ, ഞങ്ങൾ വീണുപോയിരുന്ന കുഴികളിൽ നിന്ന് ഞങ്ങളെ ഉയർത്തി നിർത്തിയ ക്രിസ്തുവാകുന്ന ആ ഉറപ്പുള്ള പാറമേൽ നിർത്തി പ്രിയപ്പെട്ടവരെ അഴുക്കും അശുദ്ധിയും പ്രിയപ്പെട്ടവരെ അസഭ്യമായ വാക്കുകളും പറഞ്ഞിരുന്ന ഞങ്ങളുടെ നാവില് സ്വർഗത്തിലെ ഭാഷയാകുന്ന സ്തുതി വരച്ചു തന്നവനായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ദൈവമക്കളെ, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. വായിക്കാൻ നമുക്ക് ഇരിമയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, ദൈവത്തിലെ നിനക്കൊരു ശുഭഭാവി വരുമെന്ന് നീ പ്രത്യാശിക്കുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും ഒരു ശുഭകരമായ ഭാവിയുണ്ടെന്ന് നാം പ്രത്യാശിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ശുഭഭാവി വരണമെന്ന് നമ്മെക്കുറിച്ച് നിരൂപിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവമക്കളെ നാം മനസ്സിലാക്കണം. നാം ആരും തകർന്നു പോകാനോ നശിച്ചു പോകാനോ നാശത്തിലേക്ക് പോകാനോ അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ നമുക്കെല്ലാം ഒരു ശുഭഭാവി വരാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി നിരൂപിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. പ്രിയപ്പെട്ട എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ പറയും, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് ഒരു നിരൂപണം എനിക്കുണ്ട്, അത് തിന്മയ്ക്കുള്ളതല്ല, പിന്നെയോ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങൾക്കൊരു ശുഭഭാവി വരാൻ വേണ്ടി ഒരു നിരൂപണം ദൈവസന്നിധിയിലുണ്ട് എന്ന്. ദൈവം നമ്മെക്കുറിച്ച് നിരൂപിക്കുകയാണ്, നമുക്ക് നന്മ വരണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവമാർക്കും തിന്മ വരുത്തുന്നവനല്ല, ദൈവമാരെയും കഷ്ടങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അപ്പോസ്തലനായ യാക്കോബ് പറയും, ദോഷങ്ങളാൽ ആരെയും ദൈവം പരീക്ഷിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ മനുഷ്യനിന്ന് സ്വന്തം മോഹങ്ങളിൽപ്പെട്ട് പലവിധമായ പരീക്ഷകളിലും കെണികളിലും അകപ്പെട്ട് പ്രിയപ്പെട്ടവരെ ജീവിതം വലഞ്ഞുപോയ അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പുറകോട്ട് നോക്കിയാൽ നാളുകളായി തകർന്നു പോയ, പ്രിയപ്പെട്ടവരെ അടഞ്ഞുപോയ വാതിലുകൾ, എല്ലാവരാലും കൈവിടപ്പെട്ടവർ. സഹോദരാ, നിന്റെ മദ്യപാനം കൊണ്ട് ഒരു മനുഷ്യൻ പോലും നിന്നെ നേരെ നോക്കാത്ത അവസ്ഥ, നിന്റെ ഭാര്യ പോലും നിന്നെ വെറുക്കുന്ന അനുഭവം, നിന്റെ മക്കൾ നിന്നെ ഗവനിക്കാത്ത കാലങ്ങൾ, നിന്റെ മാതാപിതാക്കൾ നിന്നെ ഓർത്ത് നെടുവീർപ്പോടെ കരയുന്ന നാളുകൾ. സഹോദര, നിന്നെയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്കും ഒരു ശുഭഭാവി തരാൻ നിന്നെക്കുറിച്ചൊരു നിരൂപണങ്ങളുള്ള ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിൻ്റെ കീഴിൽ ആരെങ്കിലും നിരാശയോടെ ഭാവിയിലേക്ക് നോക്കി നെടുവീർപ്പോടെ എല്ലാവരാലും ഞാൻ കൈവിടപ്പെട്ടു പോയല്ലോ, എൻ്റെ ഈ ദുഷിച്ച സ്വഭാവങ്ങൾ കൊണ്ട് ആരും എന്നെ നോക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കാനില്ല, ആരും എനിക്കൊരു ഒത്താശ പറയാനില്ല എന്നുള്ള
ആകുലതയോടും നിരാശയോടും ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിലെ നീ കേട്ടുകൊള്ളുക, ആരുമില്ലാത്ത നിനക്ക് തുണയായി യേശു നിന്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ആരും സഹായമില്ലാത്ത നിനക്ക് അത്യുന്നതനായ ദൈവം സഹായത്തിൻ്റെ കരങ്ങളുമായി നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ദൈവത്തിലെ അനേക സമർപ്പണങ്ങൾ എടുത്ത് പരാജയപ്പെട്ടു പോയ, സ്വന്തം ശക്തികൾ ആശ്രയിച്ച് തീരുമാനങ്ങളിൽ പരാജയപ്പെട്ടു പോയ എനിക്കും നിങ്ങൾക്കും ഈ തിരുവചനത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കി ഒരു വാക്ക് പറയാൻ കഴിയുമോ? എൻ്റെ കർത്താവേ, അനേക തീരുമാനങ്ങൾ പരാജയപ്പെട്ടു പോയതാ, അനേക വർഷങ്ങൾ പരാജയപ്പെട്ടു പോയതാ. എന്നാൽ കർത്താവേ, ഈ തിരുവചനം കേൾക്കുമ്പോൾ നിന്നിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, നിസ്സാരമായ ആയുസ് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെന്ന് എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കരം പിടിച്ചൊന്ന് ഉയർത്തണമേ എന്ന് ദൈവമക്കളെ നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഇന്ന് ജീവിതത്തിലേക്ക് നോക്കി മനുഷ്യൻ നിരാശപ്പെട്ടിരിക്കുകയാണ്, അടഞ്ഞുപോയ വഴികളിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഓർപ്പിക്കുന്നു, നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. ദൈവമക്കളെ, കൂടുതലൊന്നും ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചില്ലെങ്കിലും ഈ ഒരു നുറുങ്ങു വാക്യം ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെക്കട്ടെ, മാഞ്ഞു പോകാതെ അവിടെ മുദ്രണം ചെയ്തു വെക്കട്ടെ. നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന് വായിക്കാം. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, അതിപ്പോൾ ഉത്ഭവിക്കും. ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ഏർപ്പിക്കുകയാണ്, ഇന്നലകളിലേക്ക് നോക്കി നിങ്ങൾ നിരാശപ്പെടേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം പുതുക്കുമെന്നവനാണ് കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് പറയും 2 കൊരിന്ത്യർ 5:17, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്ന്. ദൈവത്തിലെ ഞാൻ എളിമയോടെ പറയട്ടെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ട് പ്രിയപ്പെട്ടവരെ. പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയാൻ, യേശു എന്നെ പുതുക്കി എന്ന് പറയുവാൻ, എല്ലാം പുതുതായി തീർന്നു എന്ന് പറയുവാൻ, ഇത് അങ്ങനെ അനുഭവം തന്ന് നടത്തുന്ന ക്രിസ്തുവിൻ്റെ വചനമാണ് നാം കേൾക്കുന്നത്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നാം അനുഭവിക്കുന്നത്. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഞാനോ എൻ്റെ ദൈവമായ യഹോവെങ്കിലേക്ക് നോക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു ഭക്തന്റെ പ്രത്യാശ, അവന്റെ ഹൃദയത്തിലെ ഉറപ്പെന്ത്? എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. വായിച്ചോ. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, എൻ്റെ ശത്രുവായവളെ, എൻ്റെ പ്രതിയോഗിയായ പിശാചേ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ദൈവമക്കളെ, വീണുപോയി എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, വീണുപോയി എങ്കിൽ വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നാം ചിലപ്പോൾ വീണുപോയവരായിരിക്കാം, നാം ചിലപ്പോൾ താണുപോയവരായിരിക്കാം, സമർപ്പണങ്ങളിൽ നിന്ന് പുറകോട്ട് പോയവരായിരിക്കാം, മദ്യപാനം ഒരിക്കൽ വിട്ടിട്ട് പിന്നെ അതിൽ വീണുപോയവരായിരിക്കാം. എന്നാൽ ദൈവം ഇതിലേ നിന്റെ പ്രത്യാശ കൈവിട്ട് കളയരുത്, നീ നിരാശയുടെ വാക്കുകൾ പറയരുത്. ഓ, ഞാൻ എൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. സഹോദര, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്, ഭക്തന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്, തൻ്റെ മക്കളുടെ വേദനകൾ അറിയുന്നവനായ ഒരു ദൈവമുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവരെന്നെല്ലാം ദൈവത്തോട് അനുതാപത്തോടും ഹൃദയനുറുക്കത്തോടും കരഞ്ഞിട്ടുണ്ടോ, അന്നെല്ലാം അവരുടെ നിലവിളി കേട്ടൊരു ദൈവം. ദൈവമക്കളെ, നിലവിളി കേൾക്കുന്നവനായ ദൈവം, നമ്മുടെ നിലവിളി കേൾക്കുന്ന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമക്കളെ, നാം കുറവുള്ളവരായിപ്പോയി എന്നോർത്ത് ഒരിക്കലും നിരാശപ്പെടരുത്, വീഴ്ച പറ്റിപ്പോയി എന്നോർത്ത് ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ആ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയണം,
ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുമെന്ന്, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്, അവൻ എൻ്റെ കണ്ണുനീര് കാണുമെന്ന്, അവൻ എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുമെന്ന്, ഞാൻ വീണുമെങ്കിലും ഞാൻ എഴുന്നേൽക്കുമെന്ന്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. സഭാപ്രസംഗി പറയണ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഈ ശരീരത്തിൽ ജീവനോടെ ഈ ഭൂമിയിലിരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെയും പ്രത്യാശയുണ്ട്. വായിച്ചതായിട്ട്, ചത്ത സിംഹത്തെക്കാൾ ജീവനുള്ള നായ നല്ലതല്ലോ. എന്താ താഴോട്ട് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്? ചത്തുപോയ, ജീവനറ്റുപോയ ഒരു സിംഹത്തെക്കാളും ഒരു നായ നല്ലതാണെന്ന്. ദൈവമക്കളെ, നാം എന്ത് മനസ്സിലാക്കണം? മനുഷ്യൻ പാപിയാണെങ്കിലും, അവൻ പാപത്തിൽ അകപ്പെട്ടു പോയെങ്കിലും, അവൻ ദൈവവഴി വിട്ട് പോയവനാണെങ്കിലും ദൈവവചനം പറയുകയാണെന്ത്? അവൻ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ, ഈ ശരീരത്തിൽ ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് അവനെക്കുറിച്ച് ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രിയപ്പെട്ടവരേത്? ദൈവം മനുഷ്യനിലേക്ക് നോക്കുകയാണ്. എന്ത്? മരണം വരെയും സ്വർഗത്തിലെ ദൈവം ആശയോടെ തൻ്റെ കൈപ്പണിയായ മനുഷ്യന്റെ പിന്നാലെ നടക്കുകയാണ്. എന്തിനു വേണ്ടി? അവൻ ഇന്ന് മനം തിരിയും, അല്ലെങ്കിൽ നാളെ മനം തിരിയും, മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും എന്നെ സ്വീകരിക്കുമെന്നുള്ള ആ പ്രത്യാശയുണ്ട് ദൈവത്തിന്. ദൈവമക്കളെ, ചത്ത സിംഹത്തെക്കാളും ജീവനുള്ള നായ നല്ലത്. ജീവനുള്ളവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന മനുഷ്യനെ കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിന്റെ അവസാനത്തെ വാക്യം വായിക്കുക, 20-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ലഭിച്ചു എന്ന് മറ്റൊരു ഭാഗത്ത് പറയും. കർത്താവ് ചേർത്ത് പറയുകയാണ് എന്ത്? ഈ സകല അധികാരമുള്ള ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. ദൈവമക്കളെ, എന്ത് ഉറപ്പാണ്, എന്ത് ധൈര്യമാണ്, എന്ത് പ്രത്യാശയാണ്! എന്ത്? ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മൾ വാക്ക് പറഞ്ഞിരിക്കുക. എന്ത്? ലോക അവസാനത്തോളം പ്രിയപ്പെട്ടവരെ നമ്മോട് കൂടെയുണ്ട് എന്ന്. ദൈവമക്കളെ, നമുക്കതൊന്ന് തിരിച്ചറിയാൻ കഴിയണം. യേശു എൻ്റെ കൂടെയുണ്ടെന്ന് നമുക്കത് വിശ്വസിക്കാൻ കഴിയണം. അല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി പറയും, യേശു ക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യം എന്നോട് കൂടെയുണ്ടെന്ന് നമുക്കത് ആത്മാവിൽ അനുഭവിച്ചറിയാൻ കഴിയണം. കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ത്? ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന്. 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവമക്കളെ, നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് ആലോചന പറഞ്ഞു തന്ന് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നിങ്ങളൊരു നിമിഷം ആ കുരിശിലേക്ക് നോക്കിയേ. പരാജയങ്ങളുടെ പട്ടികയുമായി നമുക്ക് കുരിശിൻ്റെ വീട്ടിലേക്ക് ചെല്ലാം. നമ്മുടെ വീണുപോയ അനുഭവങ്ങളുമായി നമുക്ക് കുരിശിൻ്റെ അരികിലേക്ക് ചെല്ലാം. കർത്താവേ, ഇന്ന് ഈ നിസ്സാരമായ ജീവിതം നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണെന്ന് നമുക്കൊരു വാക്ക് പറയാം. എൻ്റെ കർത്താവേ, അവിടുത്തെ തിരുവചനം ഇന്ന് ഞങ്ങൾ കേട്ടു. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് എന്ന്. നീ ഞങ്ങൾക്ക് പ്രത്യാശയുടെ വചനം തന്നതിനാൽ, ധൈര്യത്തിൻ്റെ വചനം തന്നതിനാൽ, പിന്നെയും ഞങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്നുള്ള അവിടുത്തെ വാഗ്ദത്ത വചനം തന്നതിനാൽ, നീ ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അവിടുന്ന് വാക്ക് പറഞ്ഞിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെ മേലും അപ്പൻ്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളെ കരം പിടിച്ചുയർത്തണമേ. എൻ്റെ കർത്താവേ, പുതുവത്സരത്തിൽ നിന്റെ അത്ഭുത ശക്തി തന്ന് ഞങ്ങളെ ജയാളികളാക്കി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.